Hi dear students, welcome to a new session of Color Cube. Today we are continuing with chapter 6, Multiples and Factors. In this session we are going to discuss on properties of factors, common factors. Let's see what are the properties of factors. We already learned about factors. What is a factor, how to find a factor and all. Now let us discuss on the properties. First property. 1 is a factor of all the numbers. It is the smallest factor of a number. നമുക്കറിയാം ഏത് നമ്പറിന്റെ ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്നാൽ നമ്മൾ 1 വെച്ച് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. ഫാക്ടർ ഓഫ് 2 ഏതാ? 1 into 2 ആദ്യം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഫാക്ടേഴ്സ് ഓഫ് 20 ഏതാ? 1 into 10, 1 into 20 ഉണ്ട്, 2 into 10 ഉണ്ട്, 4 into 5 ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 1 into 20 എന്നാ. ഫാക്ടേഴ്സ് ഓഫ് 100 എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതും 1 into 100. അപ്പം 1 is a factor of all the numbers. എല്ലാ നമ്പേഴ്സിന്റെ ഫാക്ടർ ആണ് 1. നമ്പർ 1 is a factor of all the numbers. It is the smallest factor of a number. എല്ലാ നമ്പറിന്റെയും സ്മോളസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. First property, 1 is the factor of all the numbers and it is the smallest factor of a number. Second property എന്ന് പറഞ്ഞാൽ a number is a factor of itself. ഏത് നമ്പറിന്റെ ഫാക്ടർ എഴുതാൻ പറഞ്ഞാലും നമ്മൾ 1 into 4 ആണ് എഴുതുന്നത്. 4ന്റെ ഫാക്ടർ 1 into 4 ആണ് ആദ്യം എഴുതുന്നത്. അപ്പം ഒരു നമ്പറിന്റെ ബിഗ്ഗസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയായിരിക്കും. ഫാക്ടർ ഓഫ് 25 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എഴുതും 1 into 25 is equal to 25. അപ്പോൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സും ആ തന്നിരിക്കുന്ന നമ്പറിനെ കഴിഞ്ഞ് ചെറുതായിരിക്കും. ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും. 100ന്റെ ഫാക്ടേഴ്സ് 1 into 100 എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും ചെറിയ ഫാക്ടർ 1 ആയിരിക്കും, ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാക്ടർ ആ നമ്പർ തന്നെ ആയിരിക്കും, 100 തന്നെ ആയിരിക്കും. Next we are moving on to third property. A number is the greatest factor of itself. ഒരു നമ്പറിന്റെ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്ന ആ നമ്പർ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഫൈൻഡ് ദ ഫാക്ടർ ഓഫ് 30 എന്ന് പറഞ്ഞാൽ 1 into 30 is equal to 30 എന്ന് നമ്മൾ എഴുതും. അപ്പം ഏറ്റവും ചെറിയ ഫാക്ടർ 1 ആയിരിക്കും, ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാക്ടർ ആ നമ്പർ തന്നെ ആയിരിക്കും, 30 എന്ന് എടുക്കുന്ന ആ നമ്പർ തന്നെ ആയിരിക്കും. എ ഫാക്ടർ ഓഫ് എ നമ്പർ ഈസ് സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു ദ നമ്പർ. ഫാക്ടർ എപ്പോഴും ആ തന്നിരിക്കുന്ന നമ്പറിനെ കഴിഞ്ഞും വലുതാകാൻ പാടില്ല. ഒന്നെങ്കിൽ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു ദാറ്റ് നമ്പർ ആയിരിക്കണം. ഇവിടെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് 10 എഴുതും 1, 2, 5, 10. ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഏതാ? 10. ഈ തന്നിരിക്കുന്ന നമ്പർ തന്നെയാണ്. ചെറിയ ഫാക്ടർ ഏതാ? 1 ആണ്. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഈ തന്നിരിക്കുന്ന നമ്പറിനെ കഴിഞ്ഞ് ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ള നമ്പറിന്റെ ഫാക്ടർ ആവുകയുള്ളൂ. ഫോർത്ത് പ്രോപ്പർട്ടി, when a number is divided by its factor, the remainder is always 0. That means ഏതൊരു നമ്പറിന്റെ എടുത്ത് നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാലും ആ നമ്പറുമായിട്ട് പ്രോപ്പർ ആയിട്ട് ഡിവിസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ 26ന്റെ ഫാക്ടേഴ്സ് ആണ് 1, 2, 13 and 26. ഈ 26നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടാൻ പാടുള്ളൂ. 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് 0 കിട്ടത്തുള്ളൂ. 26നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് 0 കിട്ടത്തുള്ളൂ. അതേപോലെ 26നെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 കിട്ടത്തുള്ളൂ. കാരണം ഇത് പ്രോപ്പർ ആയിട്ട് ഡിവിസിബിൾ ആകും. When a number is divided by its factor, the remainder is always 0. Next is we're going to discuss on common factors. നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചു. രണ്ട് നമ്പേഴ്സ് വന്നിട്ട് അതിന്റെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് വെക്കുക. ഇപ്പോൾ 4 and 6ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 കിട്ടാനുള്ള പോസിബിലിറ്റി 1 into 4, 4, 2 into 2, 4 എന്ന് എഴുതി. ഇവിടെ 1 into 6, 6 എന്ന് കിട്ടി, 2 into 3, 6. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 4 ഒക്കെ എഴുതി 1, 2, 4. ഫാക്ടേഴ്സ് ഓഫ് 6 1, 2, 3, 6. അതിനുശേഷം ഈ രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ റൗണ്ട് ചെയ്യുക. 1 കോമൺ ആയിട്ട് വരുന്നുണ്ട്, 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. സോ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 4 and 6 ആർ 1 and 2. So find the common factors of 6 and 9. കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതേ ഫാക്ടറൈസ് ചെയ്ത് അത് കിട്ടാനുള്ള പോസിബിലിറ്റീസ് എഴുതുക. ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം കോമൺ ഫാക്ടേഴ്സിനെ റൗണ്ട് ചെയ്ത് ആൻസർ എഴുതുക. 6 കിട്ടാനുള്ള പോസിബിലിറ്റി 1 into 6, 6 ആണ്, 2 into 3, 6 ആണ്. 9 കിട്ടാനുള്ള പോസിബിലിറ്റി 1 into 9 is equal to 9, 3 into 3 is equal to 9. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 6 ഏതൊക്കെയാണ്?
1, 2, 3, 6. 1, 2, 3, 6. Factors of 9 ഒക്കെയാ 1, 3, here also 3, so 9. 1, 3, 9. Now round the common factors. 1 ഉണ്ട്, രണ്ട് സൈഡിലും 1 ഉണ്ട്. അപ്പോൾ ഒരു 1 ഒരു കോമൺ ഫാക്ടർ ആയിട്ട് എഴുതി. നെക്സ്റ്റ് 2 ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. നെക്സ്റ്റ് 3 ഇവിടെ ഉണ്ടതുകൊണ്ട് 3 എഴുതി. ഇവിടെ 6 ആണ്, ഇവിടെ 9 ആണ്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 6 and 9 are 1 and 3. Find the common factors of 12 and 20. Step 1 എന്ന് പറഞ്ഞാൽ 12 കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ എഴുതണം, 20 കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ എഴുതണം. അതിനുശേഷം ഫാക്ടേഴ്സ് ഓഫ് 12 is equal to എന്ന് പറഞ്ഞാൽ അത് എടുത്ത് എഴുതുക. ഫാക്ടേഴ്സ് ഓഫ് 20 എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് താഴേക്ക് എടുത്ത് എഴുതുക. എഴുതി കഴിയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയൊക്കെ റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്തതിനു ശേഷം കോമൺ ഫാക്ടേഴ്സ് ഓഫ് 12 and 20 is equal to 1, 2 and 4. നെക്സ്റ്റ് എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ ചെയ്യണം. വാട്ട് ആർ ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 40 and 72? ഞാൻ 14നെ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. 72ന്റെ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്നാ എടുത്തെഴുതണം. 40 is equal to which are the factors? 1, 2, 4, 5, 8, 10, 20 and 40. Factors of 72, 1, 2, 3, 4, 6, 8, 9, 12, 18, 24, 36 and 72. ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എഴുതി. അതിനുശേഷം കോമൺ ഫാക്ടേഴ്സിനെയൊക്കെ റൗണ്ട് ചെയ്തിട്ട് താഴെ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 40 and 72 ഈസ് ഈക്വൽ ടു എന്ന് എഴുതി കണ്ടുപിടിക്കാവോ? ഇവിടെ നിന്ന് നമുക്ക് റൗണ്ട് ചെയ്തിട്ടുണ്ട്. 1 കോമൺ ഫാക്ടർ ആണ്, 2 കോമൺ ഫാക്ടർ ആണ്, 4 കോമൺ ഫാക്ടർ ആണ്, ദെൻ 8 ഈസ് കോമൺ ഫാക്ടർ. നെക്സ്റ്റ് വൺ ഈസ് ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 18 and 35. 18 കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ആദ്യം എഴുതുന്നു. അതിനുശേഷം 35 കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ എഴുതി. ഇത്ര എഴുതിയതിനു ശേഷം ഫാക്ടേഴ്സ് ഓഫ് 18 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എഴുതണം. 1, 2, 3, 6, 9, 18. ഫാക്ടേഴ്സ് ഓഫ് 35 1, 5, 7, 35. കോമൺ ഫാക്ടർ ഏതാ? ഇവിടെ 1 മാത്രമേ കോമൺ ഫാക്ടർ. അപ്പോൾ അതെല്ലാവരും റൗണ്ട് ചെയ്തിട്ട് താഴോട്ടെടുത്ത് എഴുതുക, അല്ലെ കൺഫ്യൂഷൻ ഉണ്ടാവും. Find the common factors of 50 and 100. You please do it. I won't help you. Now it's your turn to do it. Common factors of 50 ഏതൊക്കെയാണെന്ന് എഴുതണം. ആദ്യം ഫാക്ടറൈസ് ചെയ്യുക. 15നെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചെഴുതണം. അതുപോലെ 100ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചെഴുതുക. ഇതിൻ്റെ താഴെയാണ് ഫാക്ടേഴ്സ് ഓഫ് 50 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആൻസേഴ്സ് എടുത്തെഴുതുക. തൊട്ട് താഴെ ഫാക്ടേഴ്സ് ഓഫ് 100 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫാക്ടേഴ്സ് ഒക്കെ എടുത്തെഴുതുക. Then round the common factors. Common factors ne round ചെയ്ത് എഴുതുക. താഴോട്ട് common factors of 50 and 100 is equal to എന്ന് പറഞ്ഞ് ആൻസർ എടുത്ത് എഴുതുന്നു. Thank you.